ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ പെരുന്നാളുടെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ട് പോയി കേട്ടോ. നാളൊക്കെ എന്താവുക ചുമക്കുക ഒന്നും അറിയില്ല. നമ്മളിട്ടിരിക്കണ ഓർഗാനിക് കേട്ടോ. അപ്പോൾ ബത്തൂസിന് ഉമ്മ ഫുഡ് കൊടുക്കുകയാണ്, പുറത്താണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. ഇനിയും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നാളെ മന്തി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ബീഫ് കുറച്ച് ഉണ്ടാക്കി വെക്കണം കേട്ടോ. നാളേക്കൊക്കെ ബീഫ് വരട്ടിയിട്ട് ഇപ്പോൾ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞത് റെഡിയാക്കാണ്ട്. പിന്നെ പിന്നെ ഇന്ന് ക്യാബേജ് ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ ഉണക്ക സ്രാവും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കും തോന്നുന്നുണ്ട്, മോരിക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്, പൊളിയഞ്ചി ഉണ്ടാക്കാണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ആയിട്ട് പോകാം. 10 ദിവസം ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ ഉമ്മ. പിന്നെ നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്നു. എനിക്കില്ല, ഉമ്മക്കായിരുന്നുണ്ട് നോമ്പ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രൂട്ട്സ് വെള്ളം കളിക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ വന്ന്, അതായത് തൊട്ട് വീട്ടിലെ കുട്ടികളൊക്കെ വന്നു. ഉമ്മക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് വേറെ കുട്ടിയാട്ടോ ഇട്ടത്. 10 ദിവസത്തിന് ഞാനാട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ 10 ദിവസം ഭയങ്കര ഉറക്കമായിട്ടോ. അവൾ ഉറങ്ങിയതിന് ശേഷമാണ് മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഉറക്കത്തിലാട്ടോ ഇപ്പോൾ വോയിസ് കൊടുക്കണത് അതാട്ടോ. ശബ്ദം എങ്ങനെയുണ്ടാവുക അറിയില്ല കേട്ടോ. പിന്നെ മോർണിംഗിൽ എടുത്ത വീഡിയോ കേട്ടത്, കൈയൊക്കെ നന്നായിട്ട് ചുമന്നിട്ട് കിട്ടിയിട്ടോ. പിന്നെ അവളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കഴുകി കൊടുക്കണം. എന്നിട്ട് എൻ്റെ കൈൻ്റെ അപ്പത്തെ അവസ്ഥ ഇപ്പം ഭയങ്കര കാപ്പി കളറായിരിക്കണം കേട്ടോ. എങ്ങനെ പിന്നെ 10 ദിവസത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. ഇതിങ്ങനെ ഒരു ഫ്രോക്ക്, ഇത് നമ്മൾ ഖത്തറിൽ നിന്ന് എടുത്തതാട്ടോ. ഇപ്പോൾ പെരുന്നാളിന് എടുത്തു കൊടുത്തതാണ് 10 ദിവസത്തിന്. 10 ദിവസത്തിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചായ അടിച്ചത്. ആദ്യം 10 ദിവസത്തിന് ഒരുക്കി കൊടുത്തു. 10 ദിവസത്തിനോട് അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുമെന്ന് പറയുമ്പോൾ പോസിറ്റ് കേട്ടോ. ചിലപ്പം കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല കേട്ടോ. അവളുടെ മൂഡ് പോലെ ഇരിക്കും. 10 ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഹായ് ഗൈസ്, എൻ്റെ ഫാമിലിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മുടെ ഈദിൻ്റെ ഡ്രസ്സ് ഇതാട്ടോ, പറഞ്ഞിട്ടത്. ഇതെനിക്ക് ഇപ്പോൾ ഖത്തറിൽ നിന്ന് എടുത്ത് തന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് അവിടെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വരണമെന്ന് ഉപ്പാക്കും ഇക്കാക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഊരിച്ച് വേറെ ഇട്ടിട്ടോ നാട്ടിൽ വന്നേ. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് എന്താ പറയുക, ഇക്കാൻ്റെ ഫ്രണ്ട് ഇതിന് ഗിഫ്റ്റായിട്ട് ഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ അടിയെടുത്തതിന് ഡ്രസ്സ് ഉണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2ാം പെരുന്നാൾ നാളെ ഇടുള്ളൂ. ചിലപ്പം എന്തൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടും. മഴ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 10 ദിവസം ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഫസ്റ്റ് തന്നെ ഷോർട്ടിലിട്ടപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. കാണാത്തവരെ പോയി കാണാം. ഇതാട്ടോ മെഹന്തി ഉള്ളിലൊന്നുമില്ല, അത് 10 ദിവസം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പനന്നതാട്ടോ. മറ്റേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ, എല്ലാവർക്കും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കോമൻറ്റ് ചെയ്യുക. പിന്നെ 10 ദിവസം ഇതാ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഞാനുൻ്റെ ഡ്രസ്സായിട്ട് ഇട്ടിട്ടുള്ളത്. മേലെ നിന്ന് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ താഴത്തേക്ക് അറിയാവുന്നതാ. പിന്നെ ഇപ്പം എന്താ, ഇന്ന് നമ്മൾ പെരുന്നാളായിട്ട് ഫുഡ് ഉണ്ടാക്കിയത് മന്തി ആട്ടോ. ചിക്കൻ മന്തി, പായസം, മറ്റേ ചെറുപ്പയർ പരിപ്പ് പായസം, അതന്നെ അല്ലേ എൻ്റെ പേര്. ചെറുപ്പയർ എല്ലാവരും പരിപ്പാട്ടോ, പലരും പലതും പറയും. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. രാവിലെ 10 ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, പുറത്ത് പോകാനാണെങ്കിൽ ആണുങ്ങളൊന്നും ഇല്ലല്ലോ, പോക്കുണ്ടാവില്ല വിചാരിക്കണം. ഇനിയിപ്പോൾ കട പെങ്ങൾ വരും, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇപ്പോൾ പോകുന്നുണ്ടാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മളെങ്ങോട്ട് പോയില്ലെങ്കിലും നമ്മളെല്ലാവരും പെരുന്നാളിന് എന്താ പറയുക പുതിയ ഡ്രസ്സ് ഇടുമല്ലോ. പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഇടുമല്ലോ. പെരുന്നാളല്ലേ, അപ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സല്ലേ ഇടാം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും
പുതിയ ഡ്രസ്സൊക്കെ ഇടും, ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങും. അതൊക്കെയാണ് പെരുന്നാളിൻ്റെ വിശേഷം കേട്ടോ. ബത്തൂസ് നല്ല ഉറക്കാൻ അവളെ എണീറ്റിട്ട് വേണം അവളായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്താട്ടോ ഈ കയ്യിലെ മെഹന്തി ഇതുണ്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ അതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇക്കാക്ക് വിളിക്കാണ്ട്, ഇക്ക പെരുന്നാളായിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇക്ക നേരം വൈകിന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പുലർച്ചയൊക്കെ കിടന്നിട്ടുള്ള കാരണം എന്നാലും അവർക്ക് പെരുന്നാളായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇക്ക വിളിക്കണം, അപ്പോഴാണ് ഫുൾ പെരുന്നാൾ വൈബ് ആവുള്ളൂ. ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ, പിന്നെ അളിയനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇക്ക ഒന്ന് വിളിക്കാണ്ട്, പിന്നെ എൻ്റെ വീട്ടുകാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും എന്താ പറയുക, വീഡിയോയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പെരുന്നാളിൻ്റെ ഈ ഡ്രസ്സിൽ ഇരിക്കാനായിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതി, പക്ഷേ ഞാൻ വരുന്ന അന്ന് ഇട്ടത്, അതുകൊണ്ട് ഫുൾ തിരക്കിലായിരുന്നു. അപ്പോൾ ഫോട്ടോ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ അവിടെ നിന്ന് ഇട്ടു എന്ന് തന്നെ പറയാം. പിന്നെ കാണാൻ പറ്റി ആ ഒരു ഇതുണ്ട് അങ്ങനെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇനി പുതിയ വിശേഷമായിട്ട് വരാം. ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ബൈ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടോ, മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോയി അടിച്ച് പൊളിച്ച്. പിന്നെ ഇതാട്ടോ എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ കേസ് ഇതാ നമ്മൾ ഉപ്പാടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങൊന്നും ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ പോയി അതായിട്ട് സംസാരിച്ച് അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൽ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഉപ്പാടെ വീട്ടിൽ പോവുകയാണ്. പോയിട്ട് വരും കേട്ടോ, അപ്പോൾ തന്നെ വരും. ഇതാട്ടോ ആളെ എടുത്ത് തന്ന ഡ്രസ്സ് കണ്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് എടുത്ത ഡ്രസ്സ് ഉണ്ടെന്ന്, ഞാൻ നാളെ വീഡിയോ ഇടും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അതിട്ടിട്ടപ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ പറയുക, എൻ്റെ ഫോൺ ചാർജ് കുത്തിക്കാതെ കേട്ടോ, ബത്തൂസിനെ കാണിക്കാത്ത. കുട്ടികളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി വരുന്ന സമയം കൊണ്ട് ഫോൺ ചാർജിലിട്ട് കേട്ടോ. ഇതൊരു കരിനീലക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ കളറ് ഫേവറേറ്റ് കളർ, കരിനീല ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഞാൻ കുറേ വിചാരിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊന്നും പറ്റില്ല കേട്ടോ. ഒന്നാമത് പിന്നെ നമ്മളെല്ലാവരും കൂടിയ വർത്തമാനം പറയാതിരിക്കില്ല, അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഇതൊന്നും ഓർമ്മ വരില്ല. അതാണ് മെയിനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ ഡ്രസ്സ് ബാക്കിൽ കാണുന്നത് തിരുമ്പി കൊണ്ടുവന്നാൽ വെച്ചതാട്ടോ, വന്നിട്ട് മടക്കാണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ. അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല ക്ലൈമറ്റ് കേട്ടോ, നല്ല ക്ലാരിറ്റി. നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുവാണെങ്കിൽ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പം നേരമില്ലാത്ത നേരത്തെ ഭയങ്കര ക്ലിയർ ആട്ടോ, കണ്ടോ. പിന്നെ ഉപ്പാടെ വീട്ടിലെത്തി നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗാട്ടോ, പൂച്ചയുണ്ട്. പൂച്ചനെ കണ്ടിട്ടുള്ള അട്ടഹാസാട്ടോ, അവിടെ ഒന്നും വരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ അവളെ പിടിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക. ബൈ, അസ്സലാമു അലൈക്കും.